എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത്, എന്തായിരിക്കും അതിൻ്റെ കാരണം, അതേക്കുറിച്ച് നമുക്ക് നോക്കാം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത്? തെളിവ് സഹിതം പറയാം. നമുക്ക് ഫയലിലേക്ക് പോകാം. ആദ്യമായി ചുവന്ന പ്രാവ് ഫയലായി സ്വീകരിച്ചോട് റീഡിങ് പറയാം. നിങ്ങളെ ആ വ്യക്തി കൃത്യമായി സ്നേഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്കും അറിയാം. വല്ലാത്തൊരു ആകർഷണം നിങ്ങളിലേക്ക് ആ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആകർഷണം ഉണ്ടായെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ചുള്ളൊരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച സമയത്ത് ഒരുപാട് ആളുകൾ സമാന രീതിയിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും അതിനേക്കാൾ ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട്. പക്ഷെ അവരിൽ ഒന്നും കാണാത്ത പ്രത്യേകത നിങ്ങളിൽ കാണുകയും നിങ്ങളുമായിട്ട് അടുക്കുകയും ഒക്കെ ചെയ്തത് ആ വ്യക്തിയാണ്. മറ്റാർക്കും അത് സാധിച്ചില്ല. ആളുകൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. നിങ്ങളെങ്ങനെ ആ വ്യക്തിയുമായിട്ട് ഒരു സൗഹൃദം, ഇഷ്ടം, ആകർഷണം ഉണ്ടായി, അടുപ്പം ഉണ്ടായി എന്നുള്ള വലിയ സംശയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ലഭിക്കേണ്ടതല്ലേ, ഞാനല്ലേ കൂടുതൽ യോഗ്യ എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളും ചിന്തകളും പലർക്കും ഉണ്ട്. അങ്ങനെ നിങ്ങൾ തന്ത്രത്തിൽ ആ വ്യക്തിയെ കൈപ്പിടിയിലാക്കി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്കറിയാൻ പാടില്ലാത്തൊരു രഹസ്യം, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു രഹസ്യം, ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത് നിങ്ങളുടെ ഒരു മാനസിക നിലയാണ്, നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ സ്വഭാവമാണ്. ആ മനസ്സിൻ്റെ പ്രത്യേകതകൾ ആ വ്യക്തിക്ക് കൃത്യമായി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളിലുള്ള ആകർഷണം സൗന്ദര്യമാകാം, സ്വഭാവത്തിലുള്ള ഗുണമാകാം, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ നിങ്ങളുടെ സംഭാഷണവും അതിൻ്റെ സാഹചര്യങ്ങളുമാകാം. ഏതായാലും ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. മറ്റെല്ലാവർക്കും അസൂയ ഉളവാക്കുന്ന രീതിയിൽ, ആളുകൾക്ക് അസൂയ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നായി ചേർന്നിരിക്കുന്നു. വലിയ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു ഇഷ്ടം, ഒരു സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുണ്ടായിരിക്കുന്നു. മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു ചൈതന്യം തന്നെയാണത്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ഇഷ്ടപ്പെടുമ്പോൾ അതിൽ പുറമേ ഒരുപാട് ആളുകളുണ്ടാകും സമാന രീതിയിൽ സാധ്യതകളും ഇഷ്ടങ്ങളും മോഹങ്ങളുമായിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, ഒരാൾ കാപട്യമില്ലാതെ ആത്മാർത്ഥമായി ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ഒരു രീതിയായി മാറുക, അതിനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇതുവരെയുള്ള സ്നേഹം മുഴുവനായി നിങ്ങളോട് പോലും പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും ആ സ്നേഹത്തിൻ്റെ ആഴം വലുതാണ്. നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു. നിങ്ങളിൽ കണ്ട ഒരു പ്രത്യേകതയും മറ്റാരിലും ആ വ്യക്തി കണ്ടില്ല. അതിൻ്റെ അടുത്തുപോലും എത്താൻ മറ്റുള്ളവർക്ക് സാധിച്ചിട്ടുമില്ല. അതൊക്കെ തന്നെയാണ് നിങ്ങളിലേക്ക് എപ്പോഴും ആകർഷിക്കപ്പെടാൻ കാരണമായത്. അത് നിങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ പ്രാവിൻ്റെ പൈല് സ്വീകരിച്ച ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു? ഇവിടെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സത്യസന്ധമായ നിലപാടുകളുമാണ് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിച്ചത്. അന്യായമായി ഒന്നും പറയുകയോ, ജീവൻ പോയാലും ജീവിതത്തിലൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും സത്യവിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിക്കുകയില്ല. ഇവിടെ ആ വ്യക്തി കണ്ടത് അതാണ്. ആ വ്യക്തിയെ ഒരു വലിയ ദുർഘടത്തിൽ നിന്നും നിങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി എല്ലാവരും കുറ്റപ്പെടുത്തിയ സമയത്ത് ന്യായവും നീതിയുക്തവുമായി ഒരു മറുപടി, ഒരു വാക്ക് നിങ്ങളാണ് പറഞ്ഞത്. അത് ആ വ്യക്തിക്ക് വലിയ സന്തോഷമുണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ
അത്രയും ന്യായമായ, അത്രയും ന്യായയുക്തമായൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളല്ലാതെ ആരും അത്തരത്തിൽ ന്യായയുക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ന്യായം പറഞ്ഞിട്ടില്ല. സ്വന്തം ജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ദുർഘട നിമിഷങ്ങൾ അല്ലെങ്കിൽ അത്രയും വലിയ റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്കനുകൂലമായി നിലകൊണ്ടിട്ടുണ്ട് ആ വ്യക്തി. മറ്റാരും അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് നിങ്ങളുടെ വ്യക്തി ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ ആരും ധൈര്യപൂർവം സ്വന്തം നിലനിൽപ്പിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലൊരു വാക്ക് പോലും പറയാത്ത ഈ കാലഘട്ടത്തിൽ ആ വ്യക്തിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കൃത്യമായി ആ വ്യക്തിക്കൊപ്പം നിലപാടെടുക്കുകയും നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ശക്തിയാണ്, അതിൻ്റെ ഒരു ബലമാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി ആകർഷിക്കപ്പെടാനുള്ള പ്രധാന കാരണം. അത് മറ്റാർക്കും നൽകാൻ കഴിയില്ല. ഉള്ള ആളുകളും നിങ്ങളും തമ്മിൽ വലിയ അകലമുണ്ട് ആത്മാർത്ഥതയുടെ കാര്യത്തിലെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥത ആരും പ്രദർശിപ്പിച്ചിട്ടില്ല, ആരും കണ്ടിട്ടില്ല. വളരെ ആത്മാർത്ഥമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. അത് വല്ലാത്ത തരത്തിലുള്ളൊരു ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിച്ചു. നിങ്ങളുടെ നിലപാട് ആ വ്യക്തിക്ക് ആരും ആരെയും സ്നേഹിക്കാത്ത അല്ലെങ്കിൽ കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത ആ വ്യക്തി അറിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു ഘടകങ്ങളും ആ വ്യക്തിയെ ബാധിക്കില്ല. മാത്രമല്ല, മുൻപ് നിങ്ങളോട് ഒരുപക്ഷെ ആ വ്യക്തിക്ക് അടുപ്പമുണ്ടായില്ല, നിങ്ങളല്ലാത്ത മറ്റു ചിലരോടായിരുന്നു ആ വ്യക്തിക്ക് അടുപ്പമുണ്ടായത്. പക്ഷേ ജീവിച്ച് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. കണ്ടതൊന്നുമല്ല പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ, കാണാത്തതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഏറ്റവും പോസിറ്റീവായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മനസ്സിലാക്കുന്നതിനും ആ വ്യക്തിക്ക് സാധിച്ചു. നിങ്ങളിലെ മഹത്വം ആ വ്യക്തി നിങ്ങളോട് അടുത്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ അറിയുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോഴുള്ള നിങ്ങളല്ല യഥാർത്ഥത്തിൽ. ഏറ്റവും ആത്മാർത്ഥമായ നിലപാടും ആത്മാർത്ഥമായ ജീവിതഗതിയുമുള്ള നിങ്ങളൊന്നിനും ഒരു സ്വാർത്ഥ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിങ്ങളുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ വിജയമാണ്. നിസ്വാർത്ഥമായ സ്നേഹം വിട്ടൊരന്യായവും നിങ്ങൾ കാണിക്കില്ല. അതിൻ്റെ വിജയമാണ്. അത് മറ്റാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.